കണ്ണൂർ കീഴറ സ്ഫോടന കേസ് പ്രതി അനൂപ് മാലിക്കിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പ്രതിയെ കണ്ണൂർ സബ് ജയിലിലേക്ക് മാറ്റി കർണാടകയിലേക്ക് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ കാഞ്ഞങ്ങാട് വെച്ചാണ് അനൂപ് മാലിക്കിനെ പോലീസ് പിടികൂടിയത്. സ്ഫോടനത്തിന് പിന്നാലെ കർണാടകയിലേക്ക് കടന്ന് ഒളിവിൽ പോകാനുള്ള ശ്രമത്തിനിടെയാണ് അനൂപ് മാലിക് പിടിയിലായത്. കാഞ്ഞങ്ങാട് നിന്നും കസ്റ്റഡിയിലെടുത്ത പ്രതിയെ കണ്ണപുരം പോലീസ് സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്തു. സ്ഫോടനം നടന്ന കീഴറയിലെ വാടക വീട്ടിൽ ഉത്സവങ്ങൾക്ക് വേണ്ടിയുള്ള ഗുണ്ടുകളാണ് നിർമ്മിച്ചതെന്നാണ് അനൂപ് മാലിക് പോലീസിന് നൽകിയ മൊഴി. കുറ്റസമ്മതത്തിന് പിന്നാലെ അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം മജിസ്ട്രേറ്റ് മുൻപാകെ ഹാജരാക്കി. 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്ത പ്രതിയെ കണ്ണൂർ സ്പെഷ്യൽ സബ് ജയിലിൽ അടച്ചു. കൂടുതൽ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് അപേക്ഷ നൽകും. ശനിയാഴ്ച പുലർച്ചെ 2 മണിയോടെ കണ്ണപുരം കീഴറയിലെ വാടക വീട്ടിലുണ്ടായ സ്ഫോടനത്തിൽ ഒരാൾ മരിച്ചിരുന്നു. മുഖ്യപ്രതി അനൂപ് മാലിക്കിന്റെ ബന്ധുവായ മുഹമ്മദ് അഷാമാണ് മരിച്ചത്. അനൂപ് മാലിക് വാടകയ്ക്കെടുത്ത വീട്ടിലാണ് സ്ഫോടനമുണ്ടായത്. 2016 പള്ളിക്കുന്നിൽ വാടക വീട്ടിലുണ്ടായ സ്ഫോടനം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ് അനൂപ് മാലിക്. കൈരളി ന്യൂസ്, കണ്ണൂർ.